മന്ദവിഷൻ എന്ന പേരുള്ളൊരു സർപ്പം ഭക്ഷണത്തിന് വകയില്ലാതെ ഒരിക്കൽ കഷ്ടത്തിലായി. എങ്കിലും അവനൊരു ബുദ്ധിമാനായിരുന്നു. ക്ഷീണമുണ്ടെങ്കിലും ഇഴഞ്ഞിഴഞ്ഞ് അവനൊരു വിധം തവളകൾ ധാരാളമുള്ള ഒരു തടാകത്തിൻ്റെ കരയിലെത്തി. അവിടെയുള്ളൊരു മരച്ചുവട്ടിൽ വളരെ പരവശഭാവത്തിലായിരുന്നു അവൻ്റെ കിടപ്പ്. ഒരു ദിവസം തവളകളുടെ രാജാവായ ജലപാതൻ പാറപ്പുറത്ത് വിശ്രമിക്കുമ്പോൾ സർപ്പത്തെ കണ്ടു. തവള രാജാവിന് അലിവ് തോന്നി. എന്തുപറ്റി? താങ്കളുടെ ദുഃഖത്തിൻ്റെ കാരണമെന്താണ്? ജലപാതൻ അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിച്ചു. പെട്ടെന്ന് സർപ്പത്തിനൊരു ബുദ്ധി തോന്നി. അവനൊരു കള്ളക്കഥ പറഞ്ഞു. ഞാനൊരു ബ്രാഹ്മണൻ്റെ പുത്രനെ കടിക്കുകയുണ്ടായി. ബ്രാഹ്മണന് ദുഃഖവും കോപവും അടക്കാനായില്ല. നിന്റെ ഭക്ഷണമായ തവളകളെ ചുമലിലേറ്റി നീ നടക്കുക എന്ന് ആ ബ്രാഹ്മണൻ ശപിച്ചു. ശാപമോക്ഷം കിട്ടണമെങ്കിൽ തവളകളെ ചുമലിലേറ്റി ഞാൻ നടക്കണം. പല ദിക്കിലും ചുറ്റി നടന്ന് ഞാൻ അവസാനം ഇവിടെ എത്തിച്ചേർന്നു. കഥ കേട്ട ജലപാതൻ പറഞ്ഞു, എന്തായാലും തവളകളെ കുറെ തിന്നവനല്ലേ, പാപപരിഹാരമായി അവരെ ഇനി ചുമന്ന് നടക്കുക തന്നെ. തൻ്റെ സൂത്രം ഫലിക്കുന്നുണ്ടെന്ന് സർപ്പത്തിന് മനസ്സിലായി. അതെങ്ങനെ സാധിക്കും? സർപ്പം തവള രാജാവിനോട് ചോദിച്ചു. ഓരോ ദിവസവും ഓരോ തവളയെ ഈ കയത്തിൽ നിന്നും അടുത്തുള്ള കയത്തിലേക്ക് ചുമലിലേറ്റി കൊണ്ടുപോയിക്കോളൂ. ജലപാതൻ മന്ദവിഷന് അനുവാദം കൊടുത്തു. പിറ്റേ ദിവസം മുതൽ പാമ്പിൻ്റെ പുറത്ത് തവളകൾ സവാരി തുടങ്ങി. ദിവസവും മന്ദവിഷൻ ഓരോ തവളയെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോകും. എന്നാൽ പോയവരെ പറ്റി പിന്നീട് ഒരു വിവരവും ലഭിക്കാതെയായി. എങ്ങനെ ലഭിക്കും? പാമ്പ് അവരെ ആഹാരമാക്കുകയായിരുന്നു പതിവ്. കുറച്ചു ദിവസം കൊണ്ട് കൃഷ്ണസർപ്പത്തിൻ്റെ ക്ഷീണം മാറി. അവന് നല്ല ആരോഗ്യം സിദ്ധിച്ചു. ഒരു ദിവസം ജലപാതൻ തന്നെ കൃഷ്ണസർപ്പത്തിൻ്റെ കഴുത്തിൽ കയറിയിരുന്ന് യാത്ര തുടർന്നു. പകുതി വഴി എത്തിയപ്പോൾ തവള രാജാവിൻ്റെ കഥയും കഴിഞ്ഞു. ചിലർ കാര്യം നേടാനായി പല സാഹസങ്ങളും പ്രവർത്തിക്കും.